പരാജയം, ഒരു വീഴ്ച, അതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പരാജയം എന്ന് പറയുന്ന വിജയത്തിലേക്കുള്ള മുന്നോടിയായിട്ട് കാണാൻ പാടുള്ളൂ. തകരരുത്, തളരരുത്, ഓടണം. എടവനക്കാട് ജനിച്ച് ആലുവയിൽ വളർന്ന ഒരു സാധാരണക്കാരനായ ഞാൻ ഒരു സംഭവമല്ല. നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ, പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നോ നീലസാഗര വീഴ്ചകൾ. വരട്ടടവേ അടി സഖ്യേ നടൻ ദിലീപ് അറസ്റ്റിലായിരിക്കുന്നു. ജീവിതത്തിൽ വില്ലനായി മാറിയ ജനപ്രിയ നായകന് ആലുവ പോലീസ് ക്ലബ്ബിൽ ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ജനപ്രിയ ലേബലിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ പോയിരുന്നത് അതിന് കൈയടിക്കാനോ ആ നായകന്റെ എൻട്രിയിൽ ആഹ്ലാദിക്കാനോ സാധിക്കില്ല. പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിർണായകമായ വിധി ഈ കേസിലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. എന്നെ വിട്ടേക്ക്, ഇനി ഞാൻ പ്രതികരിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ സംസാരിച്ച ഭയങ്കര കുഴപ്പമാണ്. കണ്ടുപിടിച്ചു ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എന്റെ പ്രേക്ഷകർ എന്നെ ഒരു മാധ്യമം എല്ലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളാണ് എന്റെ പ്രേക്ഷകർ. സംശയം പ്രകടിപ്പിച്ചാൽ ദേവന്റെ കാര്യത്തിൽ നമുക്ക് സംശയം അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. യഥാർത്ഥത്തിൽ അപ്പോൾ ദിലീപ് എവിടെയായിരുന്നു? ആ ദിലീപ് അനുകൂലികളായി നിൽക്കുന്നവരുടെ ചില വാദങ്ങളുണ്ട്. ഇന്നത്തോടെ നിർത്തുന്നതിന്റെ സംപ്രേഷണം ആരോട് പറയുന്ന കാര്യം ഞാൻ പറയണം. ഞാനിപ്പോഴും ഒരു ദിലീപ് ഫാനായല്ലോ.
നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായ്? കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. ഇന്നും കൊഞ്ചം വേണമാ. ഇത് ഞാൻ കാണും.